പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോയപ്പോൾ ഞാനവിടെ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത വന്നു. ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ അയാളെ ഞാനൊന്ന് സ്പർശിച്ചാൽ ആ ഷോക്ക് എന്നിലേക്ക് പ്രവഹിക്കും, എനിക്കും ഷോക്ക് അടിക്കും. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു മുഖം ഓർമ്മ വന്നു. ബൈബിളിൽ ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ തന്നെ ഈശോ സാക്ഷ്യപ്പെടുത്തി, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചു, ആരോ എന്നെ സ്പർശിച്ചു എന്ന്. ഇത് രണ്ടും കൂടി എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് എൻ്റെ അടുത്തെത്താറായി. ഞാൻ ഓർത്തു, ഇപ്പോൾ ഇയാളുടെ ദേഹം മുഴുവൻ ഈശോ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സ്ത്രീയെ പോലെ വിശ്വാസത്തോടെ ആളെ സ്പർശിക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന്. ഞാൻ സ്പർശിച്ചു, ഈശോ എൻ്റെ ഉള്ളിൽ വന്നു. എനിക്കത് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഇതിന് കുർബാനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഈ അനുഭവം പങ്കുവച്ചപ്പോൾ അവരെല്ലാം കരയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാ ദിവസവും കുർബാന കഴിയുമ്പം ഇവർ വന്ന് സ്വീകരിച്ചിട്ട് ഇവർ വന്നിട്ട് എന്നെ തൊടുകയും എന്നെ തൊടും, അല്ലെങ്കിൽ എനിക്കൊരു ഈശോ ഷേക്ക് ഹാൻഡ് തരും, അല്ലെങ്കിൽ ഒരു ഈശോ കെട്ടിപ്പിടുത്തം തരും, ഈശോ ഉമ്മ തരും. ഇങ്ങനെ 6 വർഷത്തോളം ഞാൻ ഈശോയെ സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.